സ്വഭാവം മുൻ സമൂഹങ്ങളിൽ കടന്നുപോയിട്ടുണ്ട്. പ്രമാണിയായ രാജാവായി വാഴുന്ന കാലത്ത് തന്റെ സഹോദരന്മാർ യൂസുഫ് നബിയെ വന്ന് കാണുന്നു, അവരത് സഹോദരനാണെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെ ബഹുമാന സൂചകമായി ഫഖഉ ലഹു സാജിദീൻ, അവരൊക്കെ അവിടെ സുജൂദിൽ വീഴുകയുണ്ടായി. ആ സുജൂദും ആരാധനയുടെ സുജൂദായിരുന്നില്ല, ഇക്റാമിന്റെയും തഹിയ്യത്തിന്റെയും സുജൂദായിരുന്നു എന്നാണ്. ബഹുമാന സൂചകമായിട്ട് മുൻ സമൂഹങ്ങൾ ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സമൂഹത്തിൽ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ആ ഉമ്മത്തിൽ അത് ഇല്ല. പിന്നെ പറയുന്നത് സുജൂദ് അല്ലാഹുവിന്റേത് തന്നെയാണ്. ആദം നബി അലൈഹിസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം ആ സുജൂദിന് ഒരു ഖിബല വേണം. നമ്മുടെ സുജൂദിന്റെ ഖിബലയാണ് കഅബ. അല്ലാഹുവിന്റെ കഅബ നമ്മുടെ സുജൂദിന്റെ ഖിബലയാണ്. അതല്ലാത്ത ഒരു സുജൂദും അല്ലാഹു സ്വീകരിക്കൂലല്ലോ. കഅബയല്ലാത്ത ഒരു സുജൂദും, കഅബയിലേക്കല്ലാത്ത ഒരു സുജൂദും അല്ലാഹു സ്വീകരിക്കുകയില്ല. അല്ലേ? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ചില സുന്നത്ത് നിസ്കാരങ്ങൾ അതിന് അപവാദമാണ്. അത് അല്ലാഹു തആല യാത്രക്കാരന്, വഴിയറിയാതെയുള്ള യാത്രക്കാരന് പോലും അല്ലാഹു തആലയെ ഓർക്കാൻ ഒരു സാധ്യമല്ലാത്തൊരവസ്ഥ വരണ്ട, എന്നിട്ടെങ്കിലും അവൻ അല്ലാഹുവിനെ ഓർക്കട്ടെ. അതിനുവേണ്ടിയ യാത്രക്കാരന് യാത്രയിൽ അവന് ഖിബല അറിയില്ലെങ്കിൽ പോലും നിസ്കരിക്കാമെന്ന് പറഞ്ഞു. സത്യത്തിൽ ഖിബല അതിന്റെ അടിസ്ഥാന ഘടകമാണ്. അങ്ങനെ ഒരു ഖിബലയുണ്ടെങ്കിലേ സുജൂദ് സ്വീകരിക്കപ്പെടുകയുള്ളൂ. ആ ഒരു സുജൂദിന്റെ ഖിബലയായിരുന്നു മഹാനായ സയ്യിദുന ആദം നബി അലൈഹിസ്സലാം. ലോകത്തെ മുഅ്മിനീങ്ങളൊക്കെയും സുജൂദിന്റെ ഖിബലയാണെന്നാണ്. നമ്മളൊക്കെ സുജൂദിന്റെ ഖിബലയാണ്. നമുക്ക് ചുറ്റുമുള്ള കോടാനുകോടി വസ്തുക്കൾ സുജൂദ് ചെയ്യുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വന്നജ്മു വശ്ശജറു യസ്ജുദാൻ. സൂറത്തുർ റഹ്മാൻ. വന്നജ്മു, നക്ഷത്രങ്ങളും, വശ്ശജറു, വൃക്ഷങ്ങളും, യസ്ജുദാൻ, അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ. വൃക്ഷങ്ങളും നക്ഷത്രങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട്. പിന്നെ അല്ലാഹു പറയുന്നു യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർള്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും അല്ലാഹുവിന്റെ പ്രകീർത്തനങ്ങളെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എല്ലാ വസ്തുക്കൾക്കും ഇബാദത്തുണ്ട്. എല്ലാ വസ്തുക്കളും ഇബാദത്തിലാണ്. ഈ വസ്തുക്കളുടെയൊക്കെ ഇബാദത്തിന്റെ ഖിബല അതത് കാലങ്ങളിൽ ജീവിച്ചിരിപ്പുള്ള മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരാണെന്നാണ്. ഇതുപോലെ അന്ന് മലക്കുകളുടെ സുജൂദിന്റെ ഖിബല ആദം നബി അലൈഹിസ്സലാമാണ്. അതുപോലെ ഇനിയുള്ള കാലം ഖിയാമത്ത് നാൾ വരെ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങളും അവരുടെ സുജൂദിന്റെ ഖിബല ഭൂമിയിൽ ജീവിച്ചിരിപ്പുള്ള മനുഷ്യന്മാരാണ്, മുഅ്മിനീങ്ങളായ മനുഷ്യന്മാരാണ്. അങ്ങനെ മുഅ്മിനീങ്ങൾ ജീവിച്ചിരിപ്പില്ലാത്തൊരവസ്ഥ വന്നാൽ ഇവിടെ ഒരു വസ്തുവിനും സുജൂദ് ചെയ്യാൻ ഖിബല കിട്ടാതെ വരും. ഇപ്പൊ അബൂദാബിയിലെ ഏരിയ, ഈ ഏരിയയിൽ താമസിക്കുന്ന മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അഭിമുഖമായിട്ടാണ് എല്ലാ വസ്തുക്കളും സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്, എന്താ മുഅ്മിനായ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. നമ്മെ ഖിബലയാക്കി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാരായ ആളുകൾ മാത്രം ജീവിച്ചിരിക്കുന്ന കാലത്താണ് ഖിയാമത്ത് നാൾ സംഭവിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നത്തെ ഒരു സംഭവം കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എല്ലാ ദിവസവും സുജൂദിലേക്ക് പോകുന്ന, എല്ലാ ദിവസവും അസ്തമിച്ചു പോകുന്ന സൂര്യൻ, സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്, അസ്തമിക്കുന്ന സൂര്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ സുജൂദ് ചെയ്തു വരികയാണ്. എന്നിട്ട് റബ്ബിനോട് ചോദിക്കും, പടച്ചവനെ ഞാൻ പോയി ഉദിക്കട്ടെയോ എന്ന് പറയും. അപ്പൊ അല്ലാഹു ഉദിക്കാൻ അനുവദിക്കും. അങ്ങനെ കിഴക്കുനിന്ന് ഉദിക്കും. പിന്നെയും അസ്തമിക്കാൻ പോകുന്ന സൂര്യൻ അല്ലാഹുവോട് പറയും, അല്ലാഹുവിന് മുമ്പിൽ സുജൂദിൽ വീണുകൊണ്ട് പോവുകയാണ്. എന്നിട്ട് പറയും, ഞാൻ ഉദിക്കട്ടെയോ? അങ്ങനെ അല്ലാഹു ഉദിക്കാൻ ആവശ്യപ്പെടും. പിന്നീട് ഒരു ദിവസം സൂര്യൻ ഇങ്ങനെ സുജൂദിൽ അസ്തമിക്കുന്നു, സുജൂദിലായിട്ട് സൂര്യൻ അസ്തമിക്കുന്നു. എന്നിട്ട് പറയും, പടച്ചവനെ ഞാൻ തിരിച്ചു പോകട്ടെ. ഫലാ തുഖ്ബലു സുജൂദുഹാ ഫലാ യുഖ്ബലു സുജൂദുഹാ. ആ സുജൂദ് സൂര്യനിൽ നിന്നും സ്വീകരിക്കപ്പെടുകയില്ല. എന്നിട്ട് അല്ലാഹു പറയും, ഇർജിഇ മിൻ ഹൈസു ജിഅതി, നീ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പോകണം എന്ന് പറയും. ഫതത്ലഉ മിൻ മഗ്രിബിഹാ, അപ്പോഴാണത് പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ഭയങ്കരമായ ഹദീസാണ്. സൂര്യന്റെ ചലനം എന്താണെന്ന് വളരെ ഭംഗിയായി അനാവരണം ചെയ്യപ്പെട്ട ഹദീസാണ്. ചില ആളുകൾ അതിന്റെ അടിസ്ഥാനം മനസ്സിലാക്കാതെ വന്നപ്പോ എന്തൊക്കെയോ പറഞ്ഞുപോയി. ഹബീബായ നബി തങ്ങൾ പറഞ്ഞ ഹദീസ്, സൂര്യന്റെ ഓരോ സെക്കൻഡും സൂര്യന് സുജൂദല്ലേ, ഓരോ സെക്കൻഡും സുജൂദിന് അസ്തമയം, സൂര്യന്
അസ്തമയമാണ്. നമുക്ക് അസ്തമിച്ചു, അടുത്ത നാട്ടുകാർക്ക് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അസ്തമിച്ചു, തൊട്ടപ്പുറത്തുള്ളവർക്ക് അസ്തമനം തുടങ്ങി. അങ്ങനെ അസ്തമിച്ച് ഒരു വിഭാഗത്തിന് അസ്തമയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്, മറുവിഭാഗത്തിന് ഉദയം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ലേ? സൂര്യൻ അല്ലല്ലോ കടലിൽ പോയി വീഴുന്നത്. സൂര്യൻ കടലിൽ പോയി വീഴുന്നില്ലല്ലോ. സൂര്യാസ്തമയം എന്ന് പറയുന്നത് സൂര്യൻ അഭിമുഖമായി ഭൂമി തിരിഞ്ഞപ്പോ നമുക്ക് തോന്നിയതാണ്, അല്ലേ? ഭൂമി കറങ്ങുന്നത് ഇടത്തു നിന്ന് വലത്തോട്ട് തിരിഞ്ഞപ്പോ നമുക്ക് തോന്നി സൂര്യൻ പടിഞ്ഞാറ് അസ്തമിച്ചു എന്ന്. അങ്ങനെ ഭൂമിയുടെ ഓരോ കറക്കവും ഒരു വിഭാഗത്തിന് അസ്തമയവും മറ്റൊരു വിഭാഗത്തിന് ഉദയവുമാണ്. അങ്ങനെ വന്നാൽ സൂര്യന്റെ മുഴുസമയവും അത് സുജൂദിലാണ്. മുഴുസമയവും സൂര്യൻ സുജൂദിലാണ്. സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ നിയമത്തനുസരിച്ചുകൊണ്ടും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലിക്കൊണ്ടുമാണ് സൂര്യന്റെ സഞ്ചാരം ഭൂമിയുടേത്. സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ഈ ഇടത്തുനിന്ന് വലത്തോട്ട് തിരിയുന്ന ഈ ഭൂമിയോട് അള്ളാഹു വലത്തുനിന്ന് ഇടത്തോട്ടാണ് തിരിഞ്ഞോ എന്ന് പറഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് കിഴക്കാണ്. സൂര്യൻ ഉദിക്കുന്നത് പിന്നെ പടിഞ്ഞാറാണ്. അത്രേ ഉള്ളൂ. ഭൂമി ഇപ്പൊ ഇങ്ങനെ ഇടത്തുനിന്ന് വലത്തോട്ട് കറങ്ങാണ്. അതിനെ നേരെ തിരിച്ചുകൊണ്ട് കറങ്ങാൻ പറഞ്ഞാൽ ഉദയം സംഭവിക്കുന്നതിന് പടിഞ്ഞാറെന്നാണ്. ഈ സംഭവത്തെ സംബന്ധിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തമായിട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നത്. അത് നടക്കാൻ വലിയ പ്രയാസമൊന്നും അള്ളാഹുവിനെ സംബന്ധിച്ച് ഒന്നുമില്ല. ഒന്നുമല്ല. ഭൂമിയെ ഇടത്തുനിന്ന് വലത്തോട്ട് തിരിക്കുന്ന പടച്ച തമ്പുരാൻ അതിന്റെ ആ റൊട്ടേഷൻ ഒന്ന് എതിർ ദിശയിലേക്ക് മാറ്റാൻ അള്ളാഹുവിന്റെ ഖുദ്റത്ത് അപാരമാണ്. സുബ്ഹാനല്ലാഹ്. അത് സംഭവിക്കുന്നത് സൂര്യന്റെ സുജൂദ് സ്വീകരിക്കാതെ വരുമ്പോഴാണെന്നാണ്. എപ്പോഴാ സ്വീകരിക്കാതെ വരിക? സൂര്യന്റെ സുജൂദിന് ഖിബല നഷ്ടപ്പെടുമ്പോൾ. എപ്പോഴാ ഖിബല നഷ്ടപ്പെടുന്നത്? മുഅ്മിനീങ്ങളായ ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാതെ വരുമ്പോൾ. അതാണല്ലോ അഷ്റഫുൽ ഖൽഖ് തങ്ങൾ പറഞ്ഞത്, ഖിയാമത്തിന്റെ വലിയൊരു അടയാളം സൂര്യൻ പടിഞ്ഞാറുന്ന് ഉദിക്കലാണ്. അത് സംഭവിക്കുന്ന നേരം അള്ളാഹുവിന്റെ ഭൂമിക്ക് മുകളിൽ മുഅ്മിനീങ്ങളായ ഒരു ആളുകളിൽ ഒരാൾ പോലും ബാക്കിയുണ്ടാവുകയില്ലെന്നാണ്. മുഅ്മിനീങ്ങൾ ബാക്കിയില്ലാത്ത കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ സൂര്യന്റെ സുജൂദ് പോലും സ്വീകരിക്കപ്പെടാതെ വരണമെങ്കിൽ ഭൂമി ലോകത്തെ മുഅ്മിനീങ്ങൾ മുഴുവനും അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം മരിച്ചു പോവുകയോ അവരിവിടെ നിന്നില്ലാതായി പോവുകയോ ചെയ്യുന്നൊരു ഘട്ടം വരുമ്പോഴാണ് ഖിയാമത്ത് നാളിന്റെ തുടക്കം സംഭവിക്കുന്നത്. അതൊക്കെ ആ ഒരു സുജൂദിന്റെ ഖിബലയുടെ ഭാഗമാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ഭൂമിയിലേക്ക് മനുഷ്യൻ അല്ലാഹു പറഞ്ഞയച്ചപ്പോഴേക്കും തുടങ്ങി ഖിബല ഇനി മനുഷ്യനാണ്, മഹാനായ ആദം നബി അലൈഹിസ്സലാമാണ്. അതുകൊണ്ട് മഹാനായ ആദം നബി അലൈഹിസ്സലാമിന്റെ ജനനം പരിശുദ്ധ ഖുർആൻ പറയുന്നത് പൂർണ്ണ മനുഷ്യനാണ്, സംസാരിച്ചവരാണ്. ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, എല്ലാം അല്ലാഹു കൊടുത്തിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭാഷ എന്ന് പറയുന്നത് അത്ഭുതമാണ്. എവിടെ നിന്നാണ് ഭാഷകൾ ഉണ്ടായത്? തുഹ്ഫയിൽ നമ്മളൊക്കെ ഫിഖഹിന്റെ ഏറ്റവും പ്രാമാണികമായ ശാഫി മദ്ഹബിന്റെ കിതാബാണ് തുഹ്ഫ. തുഹ്ഫയിൽ അതുപോലെ ജംഉൽ ജവാമിഇൽ ഒക്കെ നമ്മുടെ ഫിഖഹിന്റെ ഉസൂലുകൾ ചർച്ച ചെയ്ത വിഷയമാണ് എവിടെന്നാണ് ഭാഷയുണ്ടായത്, എവിടെന്നാ ഭാഷയുണ്ടായതെന്ന്. അൽ-ലുഗാതു കുല്ലുഹാ തൗഖീഫിയ്യത്തുൻ, ഭാഷകളായ ഭാഷകൾ മുഴുവനും അള്ളാഹു മനുഷ്യന് ഇൻസ്പയർ ചെയ്തു കൊടുത്ത വിഷയങ്ങൾ മാത്രമാണെന്നാണ്. മനുഷ്യന് ഒന്നും ഭാഷയുണ്ടാക്കാൻ സാധിക്കുകയില്ല. ഇത് പടച്ച തമ്പുരാൻ കൊടുക്കുന്ന വിഷയമാണ്. ഭാഷയെ സംബന്ധിച്ച് മനുഷ്യന്മാർ പഠിക്കട്ടെ എവിടെ നിന്നുണ്ടായി എന്ന്. ഒരു ഗ്രാമറും ഉണ്ടാക്കി ഇന്ന റൂളുകൾ നൗൺസിനും അതിന്റെ വെർബിനും പ്രൊനൗണിനും പ്രോബിനും നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്നിട്ട് ഗ്രാമർ ഉണ്ടാക്കി വെച്ചിട്ട് സംസാരിക്കാൻ തുടങ്ങിയതല്ല. പക്ഷെ മനുഷ്യൻ സംസാരിക്കുന്ന സർവ്വ ഭാഷകൾക്കും ഗ്രാമറുണ്ട്. അതല്ലേ അത്ഭുതം. എല്ലാ ഭാഷകൾക്കും നിയമങ്ങളില്ലേ? നമ്മുടെ മലയാളം മാത്രം എടുത്തു നോക്കൂ. എന്താണ് മലയാള ഗ്രാമറൊക്കെ പഠിക്കാൻ തുടങ്ങിയാൽ നമ്മളൊക്കെ എണീറ്റ് പോരും. ഇതിനെക്കാളും നല്ല വേറെ ഏതെങ്കിലും വല്ല ഫ്രഞ്ചോ സ്പാനിഷോ പഠിക്കാന്ന് വിചാരിക്കും. എല്ലാ ഭാഷകളും അത്ഭുതമാണ്. അതുകൊണ്ടാണ് മഹാന്മാരായ പരിശുദ്ധ ഇസ്ലാമിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് അൽ-ലുഗാതു കുല്ലുഹാ തൗഖീഫിയ്യത്തുൻ, ഭാഷകൾ എന്ന് പറഞ്ഞ് തൗഖീഫിയ്യത്തുൻ, വഖഫ് ചെയ്യപ്പെട്ടത് തൗഖീഫ് ചെയ്യപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മനുഷ്യനായിട്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തത്, എന്നാൽ അല്ലാഹു തആല മനുഷ്യന് തോന്നിപ്പിച്ചു കൊടുക്കുന്നത്. ഇതാണ് ഭാഷ. അത് മഹാനായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സംസാരിച്ചിട്ടുണ്ട്. വലഖദ് ഖലഖനൽ ഇൻസാൻ മിൻ സുലാലത്തിൻ മിൻ തീൻ, പൂർണ്ണ മനുഷ്യനാണ്, അൽ ഇൻസാനാണ് ആദം നബി അലൈഹിസ്സലാം. ഭാഷയില്ലാതെ ആംഗ്യം കാണിച്ചു മനുഷ്യൻ സംസാരിച്ചു എന്നാണ് ആന്ത്രോപോളജി പറയാ. മനുഷ്യൻ സംസാരിച്ചത് ആംഗ്യ ഭാഷയിലാണ്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ മനുഷ്യൻ സംസാരിക്കാൻ തുടങ്ങിയത് അല്ല, തുടക്കത്തിലെ മനുഷ്യൻ സംസാരിച്ചു എന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യനെ എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചത് കാട്ടുതീ ഉണ്ടായപ്പോഴല്ല. ഫകുലാ മിൻഹാ റഗദൻ ഹൈസു ശിഅ്തുമാ, നിങ്ങൾക്ക് വേണ്ടതുപോലെ നിങ്ങൾ കഴിക്കുകയും കുടിക്കുകയും ചെയ്തോളൂവെന്ന് മനുഷ്യബുദ്ധിയിലേക്ക് അവന്റെ ഭക്ഷണം എങ്ങനെ അവൻ പാകം ചെയ്യണമെന്ന് അള്ളാഹു മനുഷ്യനെ പഠിപ്പിച്ചതാണ്. അവിടെ അതിന് സ്റ്റേജുകൾ കടന്നുപോയിട്ടില്ല.
എപ്പോഴാണ് ഈ സ്റ്റേജുകൾ വേണ്ടി വന്നത്? നമ്മൾ കാര്യകാരണങ്ങളിലേക്ക് അന്വേഷിച്ചപ്പോഴാണ് ഖുർആനെ മാറ്റി നിർത്തിയിട്ട്. അങ്ങനെ ഒരു കാട്ടുതീ ഉണ്ടായിട്ട് വേണം മനുഷ്യന് കഴിക്കണമെന്നുണ്ടെങ്കിൽ മുഅ്മിനീങ്ങളെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചു പോയൊരു വിഷയമാണിത്. അങ്ങനെ മനുഷ്യന് എന്ത് കഴിക്കണം ഈ ഭൂമിയിൽ എന്നറിയില്ലായിരുന്നെങ്കിൽ ഈ ഗോതമ്പും അരിയും പോലെയുള്ള സാധനങ്ങളൊക്കെ ഓരോരോന്ന് കടിച്ചു നോക്കിയിട്ട് ഇതെനിക്ക് ടേസ്റ്റ് ഉണ്ടോ, ഇതെനിക്ക് പറ്റോ എന്നായിരുന്നെങ്കിൽ ആദ്യ തലമുറയിലെ 1000 ആളുകൾ ഭക്ഷണം കിട്ടാതെ മരിച്ചു പോയിട്ടുണ്ടാവില്ലേ? ടെസ്റ്റ് ചെയ്ത് നോക്കണ്ടേ, ഏതാ കഴിക്കേണ്ടത് ഏതാ കഴിക്കാത്തതെന്ന് എങ്ങനെ ബോധ്യപ്പെട്ടു? എങ്ങനെ അറിയും ഇത്? എല്ലാ ചെടികളും ചെന്ന് കടിച്ചു നോക്കണ്ടേ, ഇതെനിക്ക് പറ്റൂ, ഈ പഴം എനിക്ക് പറ്റൂ, ചിലത് വിഷമായിരിക്കും. അങ്ങനെ ഒരു സംഭവം മനുഷ്യരിൽ സംഭവിച്ചിട്ടില്ലല്ലോ. മനുഷ്യന് ആദിയിൽ അല്ലാഹു തആല ഭക്ഷിപ്പിക്കാനുള്ള, അവനെ ഭക്ഷിപ്പിക്കുകയും കുടിപ്പിക്കുകയും ചെയ്യാനുള്ള സംവിധാനം അള്ളാഹു ഭൂമിയിൽ ഒരുക്കിയിട്ടുണ്ട്. അത് മനുഷ്യൻ അള്ളാഹു ഇൽഹാമ ചെയ്തു കൊടുത്തതാണ്, മനുഷ്യന് ഇൻസ്പിറേഷൻ കൊടുത്തതാണ്. അത് അംഗീകരിക്കാൻ എന്താണ് യുക്തിവാദികൾക്ക് ഇത്ര പ്രയാസം? അല്ലെങ്കിൽ അവർ തെളിയിക്കണം. എങ്ങനെ പിന്നെ മനുഷ്യ സമൂഹം ഇവിടെ സർവൈവ് ചെയ്തു? അരിയും ഗോതമ്പൊക്കെ കൃഷി ചെയ്തുണ്ടാക്കേണ്ട സംഗതിയല്ലേ? ഇത് എവിടെ നിന്ന് കിട്ടി? ആരാണ് ഇതിന്റെ ധാന്യമണികൾ? ഇത് മുളപ്പിക്കുകയും ഇത് വളരുകയും ഉണക്കുകയും ചെയ്ത് നീ വെള്ളത്തിലിട്ട് വേവിച്ചാൽ ഇത് നിനക്ക് അന്നമാണെന്ന് ബോധ്യപ്പെടാൻ എത്ര കാലമെടുക്കും? എത്രായിരം നൂറ്റാണ്ടുകൾ കാത്തിരിക്കേണ്ടി വരും. മനുഷ്യന്റെ പച്ചമരുന്നുകളും അതിലെ വിഭവങ്ങളും അതിൽ കിടക്കുന്ന സാധനങ്ങളൊക്കെ അറിയണമെങ്കിൽ എത്ര കാലഘട്ടം റിസർച്ചിൽ മാത്രം കഴിയേണ്ടി വരും? അപ്പോഴൊന്നും മനുഷ്യനൊന്നും കഴിക്കണ്ടേ, ഒന്നും ഭക്ഷിക്കണ്ടേ? മനുഷ്യൻ പഠിച്ചാൽ മതിയോ? അല്ല, വളരെ കൃത്യമായിട്ട് അള്ളാഹു ആ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് പരിശുദ്ധ ഇസ്ലാം പറയുന്നത്. മനുഷ്യന്റെ തുടക്കം എന്ന് പറയുന്നത് അങ്ങേയറ്റം പെർഫെക്ഷനിലാണ്. അവിടെ നിന്നാണ് ഇത് തുടങ്ങുന്നത്. സയ്യിദുന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൃഷി ചെയ്തിട്ടുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വളരെ മനോഹരമായിട്ട് അള്ളാഹുവിന്റെ നിഅമത്ത് കൊണ്ട് ജീവിച്ചിട്ടുണ്ട്. സ്വർഗലോകത്ത് അവർ ജീവിച്ചിട്ടുണ്ട്, ഭൂമിയിൽ അവർ സംസാരിച്ചിട്ടുണ്ട്, തന്റെ മക്കൾക്ക് ദഅവത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് ആദം നബി അലൈഹിസ്സലാം. ഇതൊക്കെ നടന്നിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിന്റെ 1,24,000-ഓളം വരുന്ന അമ്പിയാക്കന്മാരിൽ ആദ്യത്തെ നബിയാണ്, ആദ്യത്തെ റസൂലല്ല. റസൂൽ എന്ന് പറയുന്നത് അള്ളാഹു തആല വഹി കൊടുക്കുകയും ഈ വഹി ജനങ്ങൾക്ക് പഠിപ്പിക്കണമെന്ന് അള്ളാഹു ആജ്ഞാപിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ റസൂലാകുന്നത്. നേരെമറിച്ച് അള്ളാഹു തആല വഹി കൊടുത്തു, ആ വഹി അപാരമായ ഇൽമാണ്, അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന ഇൽമാണ്, അള്ളാഹുവിന് കിട്ടുന്ന റെവലേഷൻ. ഈ വിവരം കൊണ്ടു നടക്കുന്ന സത്യവിശ്വാസികളായ ആളുകൾ അവർ നബിയാണ്. അവർക്ക് പ്രബോധനം ചെയ്യൽ നിർബന്ധമല്ല, അതവരുടെ ദൗത്യമല്ല. പക്ഷേ അവരതനുസരിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ജനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ ജീവിക്കുന്നവരെയാണ് നബി എന്ന് പറയുക. അങ്ങനെ വന്നാൽ എല്ലാ റസൂലും നബിമാരാണ്, പക്ഷെ എല്ലാ നബിമാരും റസൂലുമാരല്ല. അങ്ങനത്തെ നബിമാരിൽ ആദ്യത്തെ നബിയാണ് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം. പക്ഷേ ആദ്യത്തെ റസൂൽ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമാണ്. ആദം നബി അലൈഹിസ്സലാമിന്റെ ദഅവത്തിന്റെ പ്രബോധക സമൂഹം ആദം നബിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ മക്കളാണ്. അവിടുത്തെ മക്കൾക്ക് ദഅവത്ത് ചെയ്തവരാണ് ആദം നബി അലൈഹിസ്സലാം. 1000 വർഷം ജീവിച്ചു, അല്ലേ? 1000 കൊല്ലം ജീവിച്ചു മഹാനായ ആദം നബി അലൈഹിസ്സലാം. 1000 വർഷം. ആ 1000 വർഷത്തിൽ മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കടം കൊടുത്തു ഒരു 40 വർഷം. ആദം നബി അലൈഹിസ്സലാം അവരുടെ മക്കളിൽ നോക്കുമ്പോൾ ദാവൂദ് അലൈഹിസ്സലാമിന്റെ വയസ്സ് 60-ാമത്തെ വയസ്സിൽ മരണമാണ്. അത് കണ്ടു. അപ്പോ ആദം നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറഞ്ഞു, പടച്ച തമ്പുരാൻ, എന്റെ ആയുസ്സിൽ 1000 വർഷം എന്ന് നീ കണക്കാക്കി തന്ന എന്റെ ആയുസ് അത് ആദം നബിക്ക് അറിയാമായിരുന്നു. ഞാനതിൽ 40 ഡൊണേറ്റ് ചെയ്യുകയാണ്. ആർക്ക്? മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന്. വളരെ സഹീഹായ ഹദീസാണ്. ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ 9ാം ക്ലാസിന്റെ ടെക്സ്റ്റ് ബുക്കിലൂടെ പഠിപ്പിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ഹദീസാണ്. വളരെ ഓഥന്റിക്കാണ്. ദാവൂദ് അലൈഹിസ്സലാം 100 വർഷം തികച്ചു. ആദം നബി അലൈഹിസ്സലാമിൽ 960 വർഷമായപ്പോൾ മലക്കുൽ മൗത്ത് വന്നു, ആദം നബിയെ സമയമായിട്ടുണ്ട്, മരിക്കാറായിട്ടുണ്ട്, പോവുകയാണ്. എന്റെ 1000 തികഞ്ഞിട്ടില്ലല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് പറഞ്ഞു, ഫനസിയ, ആദം നബി അന്നാ കൊടുത്ത ഡൊണേഷൻ ചെയ്തത് മറന്നുപോയിട്ടുണ്ടായിരുന്നു. 40 കൊടുത്തുപോയില്ല ആദം നബിയെ, ഇനി 40 ഇല്ലല്ലോ, ഇനി 960 ഉള്ളൂ, ഇനി മരണമാണ്. ഫനസിയ, ആദം നബി അലൈഹിസ്സലാം അത് ഞാനങ്ങ് മറന്നുപോയല്ലോ എന്ന് പറഞ്ഞു. പക്ഷേ ഫക്കമ്മല അൽഫൻ, എന്നാൽ ആദം നബിക്ക് ആ 40 അല്ലാഹു ചേർത്ത് കൊടുക്കുകയും അങ്ങനെ 1000 വർഷം തികച്ചതിന് ശേഷമാണ് ആദം നബി അലൈഹിസ്സലാം വഫാത്താകുന്നത്. അത് വാപ്പാക്ക് മാത്രം, ആദം നബിക്ക് മാത്രം കൊടുത്ത പ്രത്യേകതയാണ്. കാരണം ജനനം അത്ഭുതമാണ്, ആദം നബിയുടെ ജീവിതവും അത്ഭുതമാണ്. ആയുസ് 1000 കൊല്ലമാണ്.